വെൽക്കം ടു പ്രിയാമ്പിൾ. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് മിഡീവൽ ഹിസ്റ്ററിയാണ്. അപ്പോൾ മിഡീവൽ ഹിസ്റ്ററിയിലെ ചോളാസ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ എന്താണ്, അല്ലെങ്കിൽ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രധാനമായിട്ടും ഏൻഷ്യൻ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഏൻഷ്യൻ്റ് ഇന്ത്യ എന്നുള്ളതിൻ്റെ ടോപ്പിക്കുകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ മിഡീവൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6 to 18th സെഞ്ച്വറി, ഒരു 6ാം നൂറ്റാണ്ടിൻ്റെ അവസാനം അല്ലെങ്കിൽ 7ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, ആ ഒരു കാലഘട്ടം തൊട്ട് 18ാം നൂറ്റാണ്ട് വരെയുള്ള ഏകദേശം ഒരു കാലഘട്ടമാണ് എന്ന് പറഞ്ഞാൽ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റീജിയണൽ കിങ്ഡംസിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ അതിൻ്റെ താഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇസ്ലാമിക് ഇൻവേഷൻസ്, ആർട്ട്, കൾച്ചർ, റിലീജിയനിലുള്ള അഡ്വാൻസ്മെൻറ്റ്സ്, അങ്ങനെ പല രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിനെ, അല്ലെങ്കിൽ ഇത് ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു കാലഘട്ടമാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പീരീഡിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏർലി ആൻഡ് ലേറ്റ് മിഡീവൽ ഇന്ത്യ എന്നുള്ള രീതിയിൽ. ഇതാണ് ഏർലി ആൻഡ് ലേറ്റ് മിഡീവൽ പീരീഡ്. ഇതാണ് ഏർലി ആൻഡ് ലേറ്റ് മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏർലി മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 6 to 13th സെഞ്ച്വറി, അല്ലെങ്കിൽ ഒരു 7, 8 ആ ഒരു റീജിയനിൽ നമുക്ക് പറയാം. 6 to എന്നുള്ള രീതിയിൽ നമ്മളൊരു കോമൺ ആയിട്ട് പറയുന്നതാണ്. 6 to 13th സെഞ്ച്വറി വരെയുള്ളൊരു കാലഘട്ടത്തിനെയാണ് നമ്മൾ ഏകദേശം എന്തെന്ന് പറയുന്നത് ഏർലി മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഏർലി മിഡീവൽ പീരീഡിൻ്റെ പ്രത്യേകത? അപ്പോൾ ഏർലി മിഡീവൽ പീരീഡിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും, അതായത് ഈ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ഏൻഷ്യൻ ഇന്ത്യയുടെ അവസാന ഭാഗമായിട്ട് നമ്മൾ പറയുന്നത് ഗുപ്ത എംപയറിനും അതുപോലെ തന്നെ പോസ്റ്റ് ഗുപ്ത കാലഘട്ടവുമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഈ പറയുന്ന എംപയർ എല്ലാം ഡിക്ലൈൻ ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുകയാണ്, റീജിയണൽ കിങ്ഡംസ് എമേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ റീജിയണൽ കിങ്ഡംസിൽ പല റീജിയണൽ കിങ്ഡംസ് ഉണ്ട്. ലൈക്ക് പല്ലവാസ്, പിന്നെ പാലാസ്, പ്രതിഹാരാസ്, രാഷ്ട്രകൂടാസ്, ചോളാസ്, ഇങ്ങനെ പല പല റീജിയണൽ കിങ്ഡംസ് എമേർജ് ചെയ്തു വരികയാണ് ചെയ്യുന്നത്. അതായത് ആ ഒരു കാലഘട്ടം വരെ വലിയൊരു എംപയർ എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. പക്ഷെ അത് അവസാനിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുകയാണ്, പല പല റീജിയണൽ കിങ്ഡംസ് എമേർജ് ചെയ്തു വരികയാണ് ചെയ്യുന്നത്. അതിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും എടുത്ത് പഠിക്കേണ്ട ഒരു 4 ഡൈനാസ്റ്റീസ് ഉണ്ട്. ലൈക്ക് ചോളയുണ്ട്, അതുപോലെ തന്നെ പാലയുണ്ട്, പ്രതിഹാരാസ് ഉണ്ട്, രാഷ്ട്രകൂടാസ് ഉണ്ട്. അതിലെ ചോളാസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതാണ് ചോളാസ് എന്ന് പറയുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിയേ, ഇതാണ് ആ കാലഘട്ടത്തിലെ ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ഒരു ഐഡിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 900 AD കാലഘട്ടത്തിലെ ഒരു പിക്ചർ, എറൗണ്ട് ആണ് കേട്ടോ പറയുന്നത്, എറൗണ്ട് 900 AD കാലഘട്ടത്തിലെ ഒരു പിക്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കണ്ടംപററി ആയിട്ടുണ്ടായിരുന്ന ഡൈനാസ്റ്റീസ് ആയിരുന്നു ഏതെന്ന് പറയുന്നത് ചോള, രാഷ്ട്രകൂട, പ്രതിഹാര, പാല. ഏതൊക്കെയാണ്? ചോള, രാഷ്ട്രകൂട, പ്രതിഹാര, പാല. അല്ല, ചോള എന്ന് പറയുന്നത് നമുക്കറിയാം സൗത്ത് ഇന്ത്യൻ റീജിയനിലാണ്. ഏതെന്ന് പറഞ്ഞാൽ ചോള എന്ന് പറയുന്നത്. ചോള സൗത്ത് ഇന്ത്യൻ മാത്രമല്ല, മറിച്ച് ഏതാണ് ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ ശ്രീലങ്ക, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ, ഇന്തോനേഷ്യയിലെ ജാവ, സുമാത്ര, ഈ റീജിയനിലെല്ലാം തന്നെ ചോളന്മാരുടെ പ്രസൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളതാണ് ഈ പറഞ്ഞ 3 രാഷ്ട്രകൂട, പ്രതിഹാര, പാല. ഇത് നോർത്ത് ഇന്ത്യൻ റീജിയൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഓർക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതിനെ വിശേഷിച്ചിട്ടുള്ളതാണ്, ചോളയെ പറ്റിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർക്കുക. സോ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. ഏർലി മിഡീവൽ പീരീഡ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡൈനാസ്റ്റി ആയിരുന്നു ഏത് എന്ന് പറയുന്നത് ചോള ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കണം, ഏൻഷ്യൻ ഇന്ത്യയിലും എന്തുണ്ട്, ചോള ഡൈനാസ്റ്റീസ് ഉണ്ട്. സംഗം ഏജിൽ ചോള ഡൈനാസ്റ്റീസ് ഉണ്ട്. സംഗം ഏജിൽ
ചേര, ചോള, പാണ്ഡ്യന്മാരുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ ഈ പറയുന്ന പോലെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോവുകയും അല്ലെങ്കിൽ അവരുടെ കാര്യം തന്നെ ഇല്ലാതാകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സംഘം ഏജിന് ശേഷം ആ ഒരു ചോള ഡൈനാസ്റ്റിയുടെ പിന്നീട് കുറച്ച് കാലത്തേക്ക് ഒരു ആബ്സെൻ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അതിനുശേഷം പിന്നീട് മിഡീവൽ ഇന്ത്യയിലുള്ള ചോള ഡൈനാസ്റ്റിയെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. സംഘം ഏജിലുള്ള ചോള ഡൈനാസ്റ്റിയെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യം ഒന്ന് ഓർക്കുക. അപ്പോൾ ചോള കിങ്ഡം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലെ ചോളന്മാരെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം മിഡീവൽ പീരീഡിലെ ചോളന്മാരുടെ പ്രത്യേകതകളെ പറ്റി. അപ്പോൾ ചോളന്മാർ വരുന്നത് എന്ത് ചെയ്യാണ്? പല്ലവാസിനെ ഓവർത്രൂ ചെയ്തത്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ പല്ലവാസ് ഉണ്ടായിരുന്നു. ഇവർക്ക് മുമ്പായിട്ട് ആരുണ്ടായിരുന്നു? ചോളന്മാർക്ക് മുമ്പായിട്ട് പല്ലവാസ് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പല്ലവ ഡൈനാസ്റ്റിയെ പറ്റി കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ അവർ ടെമ്പിൾ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ആര് എന്ന് പറയുന്നത്? പല്ലവാസ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുമ്പം പല്ലവാസിനെ പറ്റിയൊക്കെ കൂടുതൽ പഠിക്കുന്നതിനേക്കാളും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടെമ്പിൾ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പല്ലവ ഡൈനാസ്റ്റി ഏകദേശം ഒരു AD 275 to 897 AD വരെയുള്ള കാലഘട്ടത്തിലാണ് ഏത് പറയുന്നത്? പല്ലവ ഡൈനാസ്റ്റി വരുന്നത്. പല്ലവ എന്ന് പറയുന്നത് ശതവാഹന കിങ്ഡത്തിന്റെ ഓഫ് ഷൂട്ട്സ് ആയിരുന്നു. അതായത് പല്ലവാസ് ശതവാഹനാസിന്റെ ഫ്യൂഡേറ്ററീസ് ആയിരുന്നു. ആരുടേതായിരുന്നു? ശതവാഹനാസിന്റെ ഫ്യൂഡേറ്ററീസ് ആയിരുന്നു. ആര് എന്ന് പറയുന്നത്? പല്ലവ എന്ന് പറയുന്നത്. പല്ലവയെ ഓവർത്രൂ ചെയ്തു വന്നവരാണ് ആര് എന്ന് പറയുന്നത്? ചോള എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമുക്ക് പല്ലവ ഡൈനാസ്റ്റിയെ പറ്റി പിന്നീട് അവരുടെ ടെമ്പിൾ ആർക്കിടെക്ചർ പഠിക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോവാം. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. അപ്പോൾ അക്കാര്യം ഒന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ചോളന്മാർ ആരെ ഓവർത്രൂ ചെയ്തിട്ടാണ് വരുന്നത്? പല്ലവാസിനെ ഓവർത്രൂ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതായിരുന്നു? തഞ്ചാവൂർ ആയിരുന്നു. നിങ്ങൾക്കറിയാം തഞ്ചാവൂർ ക്ഷേത്രമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തഞ്ചാവൂർ ക്ഷേത്രമൊക്കെ ഏത് കാലഘട്ടത്തിലാണ്? ചോളന്മാരുടെ കാലഘട്ടത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോളന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഏത് എന്ന് പറയുന്നത്? തഞ്ചാവൂർ എന്ന് പറയുന്നത്. ഏതാണ്? തഞ്ചാവൂർ എന്ന് പറയുന്നത്. അക്കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ചോള എംപയറിന് ഏത് രീതിയിൽ അറിയപ്പെടുന്നുണ്ട്? ഇമ്പീരിയൽ ചോളാസ് ഓഫ് തഞ്ചാവൂർ. ഏതാണ്? ഇമ്പീരിയൽ ചോളാസ് ഓഫ് തഞ്ചാവൂർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവർക്കുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് നേവൽ ഫോഴ്സ്. നമ്മൾ നേരത്തെ ഒരു പിക്ചർ കാണിച്ചിരുന്നു. പിക്ചർ കാണിച്ചപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ശ്രീലങ്കയിൽ അവർക്ക് പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ശ്രീലങ്കയിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? നേവി വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നേവൽ ഫോഴ്സ്, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു നേവൽ ഫോഴ്സ് ഇവർക്ക് ഉണ്ടായിരുന്നു. അതാണ് അവരെ ഈ പറയുന്ന ശ്രീലങ്കയും അതുപോലെ തന്നെ മലൈ പെനിൻസുലയെല്ലാം കീഴടക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? തഞ്ചാവൂരാണ് അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പീരിയൽ ചോളാസ് ഓഫ് തഞ്ചാവൂരിൻ്റെ ഫൗണ്ടറായിട്ട് നമ്മൾ പറയുന്നത്, മിഡീവിയൽ കാലഘട്ടത്തിലെ ചോളാസിൻ്റെ ഫൗണ്ടറായിട്ട് നമ്മൾ ആരെ പറ്റിയാണ് പറയുന്നത്? വിജയാലയെ പറ്റിയാണ് പറയുന്നത്. ആരാണ്? വിജയാലയ. ഓർക്കുക എന്താണ്? ഇമ്പീരിയൽ ചോളാസ് ഓഫ് തഞ്ചാവൂർ. അവരുടെ ക്യാപിറ്റൽ ഏതാണ്? തഞ്ചാവൂരാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അവരുടെ ഫൗണ്ടർ ആരാണ്? വിജയാലയാണ് ഫൗണ്ടർ എന്ന് പറയുന്നത്. ആരാണ്? വിജയാലയാണ് ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ കാലഘട്ടത്തിലെ ഓരോരോ റൂളേഴ്സ് വരുമ്പോൾ പിടിച്ചെടുത്ത ഏരിയാസ് ആണ് പറയുന്നത്. ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ഇത്രയും റീജിയനേ ഉണ്ടായിരുന്നുള്ളൂ. വിജയാലയുടെ കാലഘട്ടത്തിലൊക്കെ ഇത്രയും റീജിയനേ ഉണ്ടായിരുന്നുള്ളൂ. ഏത് എന്ന് പറയുന്നത്? ഈ പറയുന്ന ചോള കിങ്ഡം എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന റൂളേഴ്സ് പിടിച്ചെടുത്ത് സൗത്ത് ഇന്ത്യ മുഴുവനായിട്ട് വരുന്ന ഒരു റൂളിംഗ് ഡൈനാസ്റ്റി ആയിട്ട് മാറുകയാണ് ഏതെന്ന് പറഞ്ഞാൽ ചോളാസ് എന്ന് പറയുന്നത്. സോ നോക്കി, ഇനി നമുക്ക് ഓരോരോ റൂളേഴ്സിനെ പറ്റി നോക്കാം. അപ്പോൾ ആദ്യത്തേതാണ് ആര്? വിജയാലയ എന്ന് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആരാണ് അദ്ദേഹം? ഇമ്പീരിയൽ ചോളയുടെ ഫൗണ്ടറാണ് വിജയാലയ എന്ന് പറഞ്ഞത്. അദ്ദേഹം പല്ലവാസിൻ്റെ ഫ്യൂഡൽ ലോഡായിരുന്നു വിജയാലയ എന്ന് പറഞ്ഞത്. ഇനി വിജയാലയയ്ക്ക് ശേഷം വരുന്ന വ്യക്തിയാണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആര് എന്ന് പറയുന്നത്? ഈ നമ്മുടെ ആദിത്യ ഒന്നാമൻ എന്ന് പറയുന്നത്. ആരാണ്? ആദിത്യ ഒന്നാമൻ എന്ന് പറയുന്നത്. അപ്പൊ ആദിത്യ ഒന്നാമന്റെ പ്രത്യേകത എന്താണ്? ആദിത്യ ഒന്നാമന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തൊണ്ടൈ മണ്ഡലം. ഏതാണ്? തൊണ്ടാമണ്ട. അങ്ങനെ ഓർക്കട്ടോ, തൊണ്ടാമണ്ട. തൊണ്ടൈ മണ്ഡലം അനക്സ് ചെയ്തെടുത്ത വ്യക്തിയാണ് ആര് എന്ന് പറയുന്നത്? ആദിത്യ ഒന്നാമൻ എന്ന് പറയുന്നത്. ഏതാണ്? ആദിത്യ ഒന്നാമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് റീജിയനാണ് നമ്മൾ ഈ പറയുന്നത്? തൊണ്ടൈ മണ്ഡലം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. തൊണ്ടൈ മണ്ഡലം എന്ന് പറയുന്നത്
അതായത് തൊണ്ടൈ മണ്ഡലം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ, അതായത് നമ്മുടെ ഈ ഒരു ആന്ധ്രാപ്രദേശിൻ്റെ സൗത്ത് ഭാഗവും തമിഴ്നാടിൻ്റെ നോർത്ത് ഭാഗവും കൂടെ ചേർന്ന ആ ഒരു റീജിയൻ, അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ മാപ്പ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്, സൗത്ത് റീജിയൻ, ആന്ധ്രാപ്രദേശിൻ്റെ സൗത്ത് റീജിയനും തമിഴ്നാടിൻ്റെ നോർത്ത് റീജിയനും കൂടി ചേർന്ന ആ ഒരു റീജിയനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തൊണ്ടൈ മണ്ഡലം എന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെടുന്നത്. ഇതിനടുത്താണ് ഏതെന്ന് പറയുന്ന വ്യക്തിയാണ് ആര്? പരാന്തക ഒന്നാമൻ. ഏതാണ്? പരാന്തക ഒന്നാമൻ. നിങ്ങൾ ഈ ഇടയ്ക്ക് ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പൊന്നിയൻ സെൽവം എന്ന് പറയുന്നത്. അപ്പോൾ പൊന്നിയൻ സെൽവം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഡൈനാസ്റ്റിയെ പറ്റിയുള്ള മൂവിയായിരുന്നു, ചോള ഡൈനാസ്റ്റിയെ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു മൂവിയായിരുന്നു ഏതെന്ന് പറയുന്നത് പൊന്നിയൻ സെൽവം എന്ന് പറയുന്നത്. അതിൽ പരാന്തക 1 എന്ന് പറയുന്നത് റഹ്മാൻ അഭിനയിച്ച ക്യാരക്ടറായിരുന്നു. ഏത് എന്ന് പറയുന്നത് പരാന്തക 1 എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മധുര ക്യാപ്ചർ ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് പരാന്തക 1 എന്ന് പറയുന്നത്. അദ്ദേഹം അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്ന പേരാണ് ഏതെന്ന് പറയുന്നത് മധുരാന്തക. എന്താണ്? മധുരാന്തക, മധുരയുടെ അന്ത്യകൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഡിസ്ട്രോയർ ഓഫ് മധുരൈ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതാണ് ആര് എന്ന് പറയുന്നത് പരാന്തക ഒന്നാമൻ. അപ്പോൾ ഓർക്കുക, ആരൊക്കെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് വിജയാലയ, അത് കഴിഞ്ഞിട്ടാരാണ്? ആദിത്യ ഒന്നാമൻ, അത് കഴിഞ്ഞിട്ടാരാണ്? പരാന്തക 1. പരാന്തക 1ന്റെ പ്രത്യേകത എന്താണ്? ഡിസ്ട്രോയർ ഓഫ് മധുരൈ. ഡിസ്ട്രോയർ ഓഫ് മധുരയാണ് ആരെന്ന് പറഞ്ഞത് പരാന്തക 1 എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ മധുരാന്തക. അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് ഏത്? മധുരാന്തക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ വില്ലേജ് അഡ്മിനിസ്ട്രേഷനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്ന ഇൻസ്ക്രിപ്ഷൻ ആണ് ഏതെന്ന് പറയുന്നത് ഉത്തിരമേരൂർ ഇൻസ്ക്രിപ്ഷൻ. ഏതാണ്? ഉത്തിരമേരൂർ ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ഓർക്കുക, വിജയാലയ, ആദിത്യ 1, പരാന്തക 1 അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ക്രിപ്ഷനാണ് എന്ന് പറഞ്ഞാൽ ഉത്തിരമേരൂർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാലഘട്ടത്തിൽ രാഷ്ട്രകൂട റൂളറായിരുന്ന കൃഷ്ണ 3യോട് തോൽക്കുന്നുണ്ട്. നോക്കിയേ, രാഷ്ട്രകൂട എവിടെയായിരുന്നു? ഈ റീജിയൻ അല്ലേ. അപ്പം രാഷ്ട്രകൂട റൂളറായിരുന്ന കൃഷ്ണ 3യുമായിട്ടൊരു ബാറ്റിൽ നടക്കുന്നു. ആ ബാറ്റിലിൽ വെച്ചിട്ട് ആര് തോൽക്കുകയാണ്? പരാന്തക 1 തോൽക്കുകയാണ്. ആ ബാറ്റിലാണ് ഏതെന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് ബാറ്റിൽ ഓഫ് തക്കോലം. ഏതാണ്? ബാറ്റിൽ ഓഫ് തക്കോലം. ആരുമായിട്ടുള്ള ബാറ്റിലാണ്? കൃഷ്ണ 3യുമായിട്ടുള്ള ബാറ്റിലാണ്. ആരാണ്? കൃഷ്ണ 3യുമായിട്ടുള്ള ബാറ്റിലാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണ 3 അറിയപ്പെടുന്ന പേരാണ്. കൃഷ്ണ 3 ആരെയാണ് തോൽപ്പിച്ചത്? തഞ്ചാവൂർ റൂളറിനെയാണ് തോൽപ്പിച്ചത്. അതുകൊണ്ട് കൃഷ്ണ 3 എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കോൺക്വറർ ഓഫ് കാഞ്ചി ആൻഡ് തഞ്ചൈ. എന്താണ്? ഇതാരാണ് കീഴടക്കിയത്? തഞ്ചയും കാഞ്ചിയും കീഴടക്കിയവൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നവനാണ് ആര്? കൃഷ്ണ 3 എന്ന് പറയുന്നത്. കാഞ്ചി, തഞ്ചൈ എന്ന് പറയുന്ന റീജിയൻസ്. അപ്പോൾ ഓർക്കുക, ഏതാണ്? ബാറ്റിൽ ഓഫ് തക്കോളം. ആരൊക്കെ തമ്മിലാണ്? പരാന്തക 1ഉം കൃഷ്ണ 3യും തമ്മിലുള്ള ബാറ്റിലാണ് ഏതെന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് തക്കോലം. അപ്പം അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു പേര് വന്നത്. ആർക്ക്? കൃഷ്ണ 3ക്ക് അങ്ങനെ ഒരു പേര് വന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് അരുൾമൊഴിവർമ്മൻ, അല്ലെങ്കിൽ രാജരാജ ചോളൻ. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അരുൾമൊഴിവർമ്മൻ അല്ലെങ്കിൽ രാജരാജ ചോളൻ എന്ന് പറയുന്നത്, അപ്പോൾ ചോള ഡൈനാസ്റ്റി തന്നെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ചോള റൂളറായിരുന്നു. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ചോള റൂളറായിരുന്നു ആര് എന്ന് പറഞ്ഞാൽ അരുൾമൊഴിവർമ്മൻ അല്ലെങ്കിൽ രാജരാജ ഒന്നാമൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ചോള എംപയറിനെ സൗത്ത് ഇന്ത്യയിൽ ഒരു വലിയൊരു ഡൊമിനിയനായിട്ട് എമേർജ് ചെയ്ത് വരാനായിട്ട് ഹെൽപ്പ് ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞാൽ രാജരാജ ഒന്നാമൻ അല്ലെങ്കിൽ അരുൾമൊഴിവർമ്മൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ചേര, അതായത് ആ കാലഘട്ടത്തിലും എന്തുണ്ട്? ഈ പറയുന്ന ചേരനും പാണ്ഡ്യയും അതുപോലെ തന്നെ ചോളയൊക്കെ ഉണ്ട്. അപ്പോൾ ചേര നേവിയെ ഡിസ്ട്രോയ് ചെയ്ത വ്യക്തിയാണ് ആര് എന്ന് പറയുന്നത് അരുൾമൊഴിവർമ്മൻ എന്ന് പറയുന്നത്. ആരാണ്? അരുൾമൊഴിവർമ്മൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ടൈറ്റിൽ, അദ്ദേഹത്തിന് പല പല ടൈറ്റിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽസ് എന്ന് പറയുന്നത് മുമ്മുടി ചോള. എന്താണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്ന മറ്റൊരു പേരാണ് എന്നുള്ള രീതിയിൽ മുമ്മുടി ചോള എന്ന് പറയുന്നത്. ഇതാണ് മുമ്മുടി ചോള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 crowned എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന തമിഴ് കിങ്ഡത്തിൽ സൗത്ത് ഇന്ത്യൻ റീജിയനിൽ അതോറിറ്റി കൺസോളിഡേറ്റ് ചെയ്ത രാജ്യമായിരുന്നല്ലോ ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന അരുൾമൊഴിവർമ്മൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 kingdoms ചോള, പാണ്ഡ്യ, ചേര, ഇതിൻ്റെ 3 മുകളിലുള്ള ഒരു പവർ എന്നുള്ള രീതിയിലായിരിക്കണം അങ്ങനെ വിശേഷിപ്പിച്ചിരുന്നത്. 3 crowned എന്നാണ് എന്നുള്ളതിൻ്റെ മീനിങ്, മുമ്മുടി ചോള എന്നുള്ളതിൻ്റെ മീനിങ്. അപ്പോൾ അദ്ദേഹത്തിനുള്ള ആ ഒരു പേര് ടൈറ്റിലാണ് ഏതെന്ന് പറയുന്നത് മുമ്മുടി ചോള എന്ന് പറയുന്നത്. അടുത്താണ് ഏത് എന്ന് പറഞ്ഞാൽ ജയം കൊണ്ട. ആരാണ്? ജയം കൊണ്ട എന്നുള്ള രീതിയിലും അറിയപ്പെടുന്ന ആരാണ്? രാജരാജ ചോളയാണ്. ജയം കൊണ്ട എന്നുള്ള രീതിയിലും അറിയപ്പെടുന്ന ആരാണ്? രാജരാജ ചോളയാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ആ ഒരു രാജരാജ ചോളയും അതുപോലെ തന്നെ പലപ്പോഴും രാജേന്ദ്ര ചോളയും എന്താണ് ജയംകൊണ്ട എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. കാരണം ഈ ഒരു രീതിയിൽ ഗ്രേറ്റസ്റ്റ് ചോള റൂളർ അല്ലെങ്കിൽ ആ ഒരു ജയിച്ചവൻ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. പക്ഷെ കൂടുതലായിട്ടും ഈ പറയുന്ന ഏതാണ് ജയംകൊണ്ട, വിക്ടോറിയസ് അല്ലെങ്കിൽ ഹാവിങ് കോൺകോർഡ് എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു മീനിങ് ആയിട്ട് അറിയപ്പെടുന്ന ആര് തന്നെയാണ്? ഈ പറഞ്ഞ രാജരാജ ഒന്നാമൻ, വിജയിക്കുന്നവൻ എന്നുള്ള രീതി, എപ്പോഴും ജയിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്നുള്ള രീതി. രാജരാജ വണ്ണയും അതുപോലെ തന്നെ രാജേന്ദ്രനെയും പറയാറുണ്ട്. പക്ഷേ അങ്ങനെ എക്സാം ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ആര് തന്നെയാണ് ഉത്തരം വരുന്നത്? രാജരാജ ഒന്നാമനാണ് വരുന്നത്. അടുത്താണ് ശിവപാദശേഖര. എന്താണ്? ശിവപാദശേഖര. അപ്പം തന്നെ മനസ്സിലാവുമല്ലോ ഇവരെ എന്തിനെ ഫോളോ ചെയ്യുന്നവരായിരുന്നു? ശൈവിസത്തിനെ ഫോളോ ചെയ്യുന്നവർ അല്ലെങ്കിൽ ശിവഭക്തനായിരുന്നു അല്ലെങ്കിൽ ശിവഭക്തരായിരുന്നു ചോളന്മാർ എന്ന് പറയുന്നത്. ശിവപാദശേഖര എന്നുള്ള രീതിയിലും അറിയപ്പെടുന്നവരാണ് രാജരാജ ഒന്നാമനാണ്. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? മുമ്മുടിച്ചോള, ജയംകൊണ്ട, ശിവപാദശേഖര. അപ്പോൾ ഇദ്ദേഹമാണ്, അരുൾമൊഴിവർമ്മനാണ് എന്ത് ചെയ്യുന്നത്? ശ്രീലങ്കയുടെ നോർത്തേൺ പോർഷൻ അനക്സ് ചെയ്യുന്നത്. അങ്ങനെ മുമ്മുടി ചോളന്റെ മണ്ഡലം എന്നുള്ള രീതിയിൽ അതിന് എന്ത് പേര് നൽകുകയാണ്? മുമ്മുടി ചോള മണ്ഡലം എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കുന്നു. എന്താണ്? മുമ്മുടി ചോള മണ്ഡലം എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കുന്നു. അതുമാത്രമല്ല മാൽഡീവ്സ് ഐലൻഡ്സും ഒക്കെ കോൺക്വയർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു രാജരാജ വൺ എന്ന് പറയുന്നത്. അത് നമുക്ക് എടുത്തു പറയേണ്ടതാണ് ശ്രീലങ്കയുടെ കാര്യമാണ്. അതിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മുമ്മുടി ചോള മണ്ഡലം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ചോള ഡൈനാസ്റ്റിയുടെ ഹെജ്മണി വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചത് ആരിലൂടെയാണ്? രാജരാജ ഒന്നാമനിലൂടെയാണ്. അപ്പം അദ്ദേഹം ശ്രീലങ്കയും അതുപോലെ തന്നെ ചേര, പാണ്ഡ്യ ഈ റീജിയൻസിൻ്റെ എല്ലാം തന്നെ അല്ലെങ്കിൽ ആ ഒരു സൈസബിൾ പോർഷൻ്റെ അധികാരത്തിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആര് എന്ന് പറഞ്ഞാൽ രാജരാജ ഒന്നാമൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല ലക്ഷദ്വീപ് അതുപോലെ തന്നെ മാൽദീവ്സിൻ്റെ ഐലൻഡ്സ് ഈ പറയുന്ന റീജിയൻസ് എല്ലാം തൻ്റെ അധീനതയിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? രാജരാജ ഒന്നാമൻ എന്ന് പറയുന്നത്. മറ്റൊരു പോയിന്റ് കൂടെ ഓർക്കുക, പൊന്നിയിൻ സെൽവൻ എന്നുള്ള രീതിയിലും ഇദ്ദേഹം അറിയപ്പെടുന്നു. ഇതാണ് പൊന്നിയിൻ സെൽവൻ. ആ മൂവി നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടാകും, പൊന്നിയിൻ സെൽവൻ. അത് ആരെ പറ്റിയുള്ള? രാജരാജ ഒന്നാമൻ. അതിൽ അരുൾമൊഴിവർമ്മനായിട്ട് ആക്ട് ചെയ്ത് അല്ലെങ്കിൽ പൊന്നിയിൻ സെൽവനായിട്ട് ആക്ട് ചെയ്തത് ജയം രവി ആയിരുന്നു. അപ്പോൾ പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന ആരെ പറ്റി ഉള്ളതാണ് അല്ലെങ്കിൽ ആ പേര് ആരുടേതാണ്? രാജരാജ ഒന്നാമൻ്റെ പേരാണ് ഏത് എന്ന് പറയുന്നത്? പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്നത്. രാജരാജ ഒന്നാമൻ്റെ പേര് ഏതൊക്കെയായിരുന്നു? പൊന്നിയിൻ സെൽവൻ ഉണ്ട്, മുമ്മുടിച്ചോളയുണ്ട്, ശിവപാദശേഖരയുണ്ട്, പിന്നെ ഏതാണുള്ളത്? ജയംകൊണ്ട ഉണ്ട്. ഇതാണ് ജയംകൊണ്ട ഉണ്ട്. ഇതെല്ലാം ആരുടെ പേരാണ്? നമ്മുടെ രാജരാജ ഒന്നാമൻ്റെ പേരാണ്. അദ്ദേഹത്തിൻ്റെ കൺസ്ട്രക്ഷനിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് 1010 അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്ത ബൃഹദീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. ബൃഹദീശ്വര ടെമ്പിൾ. ഓക്കെ, ഇതും കൂടെ ഓർക്കുക കേട്ടോ. ഉലകാലന്ത പെരുമാൾ. ഇനി അദ്ദേഹത്തിന്റെ മകനാണ് ഏതെന്ന് പറഞ്ഞാൽ രാജേന്ദ്ര ഒന്നാമൻ എന്ന് പറഞ്ഞാലാണ്.
രാജേന്ദ്ര ഒന്നാമൻ. അപ്പം അച്ഛൻ്റെ അതേ പാത പിന്തുടർന്നു, അതായത് കീഴടക്കി എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ അച്ഛൻ്റെ അതേ പോളിസി പിന്തുടർന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ രാജേന്ദ്ര ഒന്നാമൻ എന്ന് പറഞ്ഞത്. അപ്പോൾ രാജേന്ദ്ര ഒന്നാമൻ്റെ കാലഘട്ടം ആകുമ്പോഴത്തേക്കും പാണ്ഡ്യന്മാരെയും ചേരന്മാരെയും എല്ലാം കംപ്ലീറ്റ്ലി ഓവർറൺ ചെയ്ത് തൻ്റെ എംപയറിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ജയസിംഹ ടൂവിനെ തോൽപ്പിക്കുകയാണ്. ഏത് റൂളറാണ്? ചാലൂക്യ റൂളർ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആരുണ്ടായിരുന്നു? ചാലൂക്യന്മാരുണ്ടായിരുന്നു. വെസ്റ്റേൺ ചാലൂക്യ രാജാവായിരുന്ന ജയസിംഹ ടൂവിനെ തോൽപ്പിച്ച് തൻ്റെ ടെറിട്ടറി എന്ത് ചെയ്യാണ്? എക്സ്പാൻഡ് ചെയ്യുകയാണ്. എക്സ്പാൻഡ് ചെയ്തിട്ട് ചോളയും ചാലൂക്യയും തമ്മിലുള്ള ബൗണ്ടറി ഏതാക്കി മാറ്റുകയാണ്? തുംഗഭദ്രയായിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഓർക്കുക, ചോളന്മാരുടെയും ചാലൂക്യന്മാരുടെയും ബൗണ്ടറി തുംഗഭദ്ര റിവറായിട്ട് മാറ്റിയ റൂളറാണ് ആരെന്ന് പറയുന്നത്? രാജേന്ദ്ര വൺ. അദ്ദേഹം എങ്ങനെയാണ് മാറ്റുന്നത്? ജയസിംഹ ടൂവിനെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് രാജേന്ദ്ര വൺ അങ്ങനെ മാറ്റുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അതുമാത്രമല്ല, ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽസിനെ പറ്റി നമ്മൾ പറയാനല്ലോ. ഒന്ന് ആരെ തോൽപ്പിച്ചു? ജയസിംഹ ടൂവിനെ തോൽപ്പിച്ചു, ചാലൂക്യ റൂളറായിരുന്ന. അടുത്തത് എന്ന് പറയുന്നത് ചോള ആർമി എന്താണ്? പലപ്പോഴും പലരെയും തോൽപ്പിച്ച് ഗംഗാ നദി വരെ കടന്ന് പല റൂളേഴ്സിനെയും തോൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് രാജേന്ദ്ര ഒന്നാമൻ ആരെ തോൽപ്പിച്ചു? മഹിപാലയെ തോൽപ്പിച്ചു. ബംഗാളിലുള്ള മഹിപാല വണ്ണിനെ അദ്ദേഹം തോൽപ്പിച്ചു. അപ്പൊ എന്താണ്? ഗംഗാ റിവർ കടന്നിട്ടാണ് പോയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. താഴെ നിന്ന് പോകുമ്പോൾ ഈ റിവർ കവർ ചെയ്തിട്ട് വേണമല്ലോ അങ്ങോട്ട് പോകാൻ. അപ്പൊ രാജേന്ദ്ര വൺ ആരെ തോൽപ്പിച്ചു? മഹിപാല വൺ ഓഫ് ബംഗാളിനെ തോൽപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് ഗംഗൈ കൊണ്ട ചോള. എന്താണ്? ഗംഗൈ കൊണ്ട ചോള എന്ന് പറഞ്ഞാൽ എന്താണ്? ഗംഗ കടന്നു പോയി തോൽപ്പിച്ച ചോളൻ എന്നുള്ള രീതിയിലാണ് ഏത് രീതിയിൽ അറിയപ്പെടുന്നത്? ഗംഗൈ കൊണ്ട ചോള എന്നുള്ള രീതിയിൽ അദ്ദേഹം ടൈറ്റിൽ അസ്യൂം ചെയ്യുന്നത്. എന്നിട്ട് ഇദ്ദേഹം ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പുതിയൊരു ക്യാപിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതിൻ്റെ പേര് നൽകുകയാണ്. എങ്ങനെ? ഗംഗൈ കൊണ്ട ചോളപുരം. എന്താണ്? ഗംഗൈ കൊണ്ട ചോളപുരം. എന്താണെന്നും കൂടെ പറയാം. രാജേന്ദ്ര വൺ ബംഗാളിലെ മഹിപാലയെ തോൽപ്പിക്കുകയാണ്. അപ്പൊ ഗംഗ കടന്നു പോയിട്ട് വേണമല്ലോ തോൽപ്പിക്കാൻ. അതുകൊണ്ട് അദ്ദേഹം ആ ഒരു വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്യുകയാണ്. അതാണ് ഗംഗൈ കൊണ്ട ചോള. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം പുതിയൊരു ക്യാപിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. എന്താണ്? ഗംഗൈ കൊണ്ട ചോളപുരം. എവിടെയാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? കാവേരി നദിയുടെ തീരത്ത്. ഏത് നദിയുടെ തീരത്താണ്? കാവേരി നദിയുടെ തീരത്താണ് അദ്ദേഹം ഇങ്ങനെ ഒരെണ്ണം കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ഒരു സിറ്റിയിൽ, ഗംഗൈ കൊണ്ട ചോളപുരത്തിൽ അദ്ദേഹം വേറൊരു ഫേമസ് ആയിട്ടുള്ള ടെമ്പിളും കൂടെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഏതെന്ന് പറഞ്ഞാൽ രാജേശ്വരം ടെമ്പിൾ. ഏതാണ്? രാജേശ്വരം ടെമ്പിൾ എന്നുള്ള രീതിയിൽ ഒരു ടെമ്പിൾ പണിയുന്നു. പിന്നെ ഈ സിറ്റിയുടെ തന്നെ വെസ്റ്റേൺ സൈഡിൽ അദ്ദേഹം ഒരു വലിയൊരു ഇറിഗേഷൻ ടാങ്ക് എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ വിളിക്കുന്ന പേരാണ് ചോളഗംഗം. അപ്പോൾ ചോളഗംഗ ഏത് എവിടെയായിട്ടാണ് വരുന്നത്? ഈ പറയുന്ന ഗംഗൈ കൊണ്ട ചോളപുരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ചോള എംപയറിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ നോർത്തേൺ ബൗണ്ടറി എന്ന് പറയുന്നത്? തുംഗഭദ്ര. തുംഗഭദ്ര ആരൊക്കെ തമ്മിലുള്ള ബൗണ്ടറി ആയിരുന്നു? ചോളയും ചാലൂക്യയും തമ്മിലുള്ള ബൗണ്ടറി ആയിരുന്നു ഏത് എന്ന് പറയുന്നത്? തുംഗഭദ്ര എന്ന് പറയുന്നത്. അപ്പം അച്ഛനെ പോലെ തന്നെ നല്ലൊരു ധൈര്യശാലിയായ, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു റൂളറായിരുന്നു രാജേന്ദ്ര വൺ. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്? രാജേന്ദ്ര വൺ ഒത്തിരി ടൈറ്റിൽസ് അസ്യൂം ചെയ്തിട്ടുണ്ട്. അതിലേതൊക്കെയാണ്? മുടികൊണ്ടൻ, ഗംഗൈ കൊണ്ടൻ, കദരൻ കൊണ്ടൻ, പണ്ഡിത ചോളൻ. ഇതൊക്കെയാണ് അസ്യൂം ചെയ്ത ടൈറ്റിൽസ്. അദ്ദേഹം ആരുടെ ഭക്തനായിരുന്നു? ശിവഭക്തനായിരുന്നു. അപ്പോൾ ശിവന് വേണ്ടിയിട്ട് ഗംഗൈ കൊണ്ട ചോളപുരത്തിൽ അദ്ദേഹം ഒരു ടെമ്പിളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത്രയാണ് നമുക്ക് രാജേന്ദ്ര വണ്ണിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റൂളേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിലും വേറെ റൂളേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ എല്ലാവരും ഒന്നും പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇനി ഓർത്തിരിക്കേണ്ട അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ചോള കിങ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ലാസ്റ്റ് ചോള കിങ് ആരായിരുന്നു? രാജേന്ദ്ര ത്രീ ആയിരുന്നു. ആരാണ്? രാജേന്ദ്ര ത്രീ ആയിരുന്നു. അദ്ദേഹത്തിന് ആരാണ് തോൽപ്പിച്ചത്? ജതവർമ്മൻ സൗന്ദര്യ പാണ്ഡ്യ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാണ്ഡ്യ റൂളേഴ്സ് ആണ്. പാണ്ഡ്യ രാജാവായിരുന്ന
ജതവർമ്മൻ സൗന്ദര്യ പാണ്ഡ്യ 2 ആണ് ഏതെന്ന് പറയുന്നത് ലാസ്റ്റ് ചോള കിങ് ആയ രാജേന്ദ്ര 3യെ തോൽപ്പിച്ചത്. അതോടുകൂടി ചോള ഡൈനാസ്റ്റിയുടെ അവസാനം വരികയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിനെ തോൽപ്പിക്കുകയാണ് ചെയ്യുക എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. രാജേന്ദ്ര 3 തോൽപ്പിച്ചു. ആരാണ് തോൽപ്പിച്ചത്? ജതവർമ്മൻ സൗന്ദര്യ പാണ്ഡ്യ 2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുന്ദര പാണ്ഡ്യ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. ജതവർമ്മൻ സുന്ദര പാണ്ഡ്യ 2. അപ്പം അത്രയാണ് നമുക്ക് റൂളേഴ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് ചോള അഡ്മിനിസ്ട്രേഷനെ പറ്റിയാണ്. ഇതാണ് ചോള അഡ്മിനിസ്ട്രേഷനെ പറ്റിയാണ്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ്റെ തലപ്പത്ത് ആരായിരിക്കും? ഒബ്വിയസ്ലി കിങ് ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വലിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ പല ഒഫീഷ്യൽസും പല പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു പേരാണ് ഏത് എന്ന് പറയുന്നത് പെരുന്തനം എന്ന് പറയുന്നത്. ഏതാണ്? പെരുന്തനം എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ പെരുന്തനം എന്ന് പറഞ്ഞാൽ ഹയർ ലെവൽ ബ്യൂറോക്രാറ്റ്സിനെയാണ് എന്നുള്ള രീതിയിൽ പറയുന്നത് പെരുന്തനം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അടുത്താണ് സിരുന്തനം. സിരുന്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലോവർ ലെവൽ ഒഫീഷ്യൽസിനെയാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന സിരുന്തനം എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ ഓർക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിൽ ചോള ഡൈനാസ്റ്റിയിൽ ഹയർ ലെവൽ ബ്യൂറോക്രാറ്റ്സ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പെരുന്തനം എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. പെരുസ് വലുതെന്ന് പറയല്ലേ, സിരുസ് എന്ന് പറയുന്നത് എന്താണ്? ചെറുത്. സിരുന്തനം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ്? ലോവർ ലെവൽ ഒഫീഷ്യൽസ് എന്ന് പറയുന്നത്. അപ്പോൾ പെരുന്തനത്തിനായിരുന്നു ഈ പറയുന്ന ലാർജർ റീജൻസിലൊക്കെ നോക്കി നടത്തേണ്ട റെസ്പോൺസിബിലിറ്റി. അതേസമയം സിരുന്തനത്തിന് എന്തായിരുന്നു? ഈ പറയുന്ന ഡേ ടു ഡേ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്, ലോക്കൽ ലെവലിലെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളെല്ലാം നോക്കുന്നത് ആരായിരുന്നു? സിരുന്തനമായിരുന്നു. അപ്പോൾ അക്കാര്യം ഒന്ന് ഓർക്കുക. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ മറ്റൊരു പോയിന്റും കൂടെ ഓർക്കണം. എന്താണ്? ഉർനാട്ടം. ഈ ടേംസ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. കാരണം പ്രീവിയസ് ഇയർ UPSC എക്സാമിനേഷനൊക്കെ ഇതുപോലെ ടേംസ് വന്നിട്ട് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉർനാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോള രാജ്യത്തിൽ അല്ലെങ്കിൽ ചോള ഡൈനാസ്റ്റിയിൽ ഉർനാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലേജിലുള്ള റെസിഡൻഷ്യൽ ഏരിയ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? ഉർനാട്ടം എന്ന് പറയുന്നത്. ഇതാണ് ഉർനാട്ടം എന്ന് പറയുന്നത്. അത് ആ വില്ലേജിലെ ഒരു ഡിസ്റ്റിങ് പോർഷനാണ്. അതായത് മറ്റ് ലാൻഡ് ടൈപ്സിൽ നിന്നും വേർതിരിച്ചുള്ളൊരു പോർഷനാണ് എന്ന് പറയുന്നത് ഉർനാട്ടം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടാക്സസിൽ നിന്നും ആ ഒരു റീജിയൻ എന്തായിരുന്നു? എക്സംപ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. എന്താണ്? ലാൻഡ് ടാക്സ് കൊടുക്കുന്നതിൽ നിന്ന് എന്താണ്? എക്സംപ്റ്റ് ചെയ്തിരുന്നു. അതായത് അവിടുത്തെ റെസിഡൻസിന് കൊടുത്തിരുന്ന ഒരു പ്രിവിലേജ് ആയിരുന്നു ഏത് എന്ന് പറയുന്നത്? ഈ പറഞ്ഞ ഉർനാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നേരത്തെ നമ്മൾ ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷനകത്ത് ഉർനാട്ടത്തിനെ പറ്റി മെൻഷൻ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകതയും അതുപോലെ തന്നെ അതിൻ്റെ ടാക്സ് എക്സംപ്റ്റ് സ്റ്റാറ്റസിനെ പറ്റിയൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്, ഉർനാട്ടത്തിനകത്ത് പറയുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഈ പറയുന്ന റൂളേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ ടാക്സസ് ഒക്കെ റെമിഷൻ ചെയ്ത് കൊടുത്തിരുന്ന റൂളേഴ്സ് ആയിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു റൂളറാണ് ഏത് എന്ന് പറയുന്നത്? കുലോത്തുംഗ ഒന്നാമൻ. ഏതാണ്? കുലോത്തുംഗ ഒന്നാമൻ എന്ന് പറയുന്നത്. അപ്പം കുലോത്തുംഗ ഒന്നാമൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ടോൾസ് ഒക്കെ അബോളിഷ് ചെയ്തിരുന്നു. ഏതാണ്? ടോൾസ് ഒക്കെ അബോളിഷ് ചെയ്തിരുന്നു. അപ്പം അങ്ങനെ ഈ പറയുന്ന ടോൾസ് അബോളിഷ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ടൈറ്റിൽസ് ഏൺ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റിയതാണ് ഏതെന്ന് പറഞ്ഞാൽ സുങ്കം തവിർത്ത ചോളൻ. എന്താണ്? സുങ്കം തവിർത്ത ചോളൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഏതെന്ന് പറഞ്ഞാൽ കുലോത്തുംഗ ഒന്നാമൻ എന്ന് പറയുന്നത്. സുങ്കം അല്ലെങ്കിൽ ചുങ്കം വേണ്ടെന്ന് വെച്ച ചോളൻ, അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. സുങ്കം തവിർത്ത ചോളൻ എന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ കുലോത്തുംഗ ഒന്നാമൻ. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റി ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇദ്ദേഹം ഉണ്ടായിരുന്നു, ഒരു റൂളറായിട്ട് ഭരിച്ചിരുന്നു. ഏകദേശം ഒരു 1070, 1122 ആ ഒരു സമയത്താണ് പ്രധാനമായിട്ടും അദ്ദേഹം കുലോത്തുംഗ ചോളനായിട്ട് ഉണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പലപ്പോഴും ഈ പറഞ്ഞ ചോള ചാലൂക്യ കോമ്പിനേഷൻ റീജിയനിൽ ഭരിച്ചിരുന്ന വ്യക്തി എന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞാൽ കുലോത്തുംഗ ചോള എന്നറിയപ്പെടുന്നത്. ജസ്റ്റ് ഓർത്താൽ മതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഈ പറയുന്ന സുങ്കം തകർത്ത ചോളൻ എന്ന് പറയുന്നത് തന്നെയാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അടുത്തായിട്ട് നമുക്ക് ചോള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല ടൈപ്സ് ഓഫ് ലാൻഡ്സിനെ പറ്റി നോക്കാം. പല ടൈപ്സ് ഓഫ് ലാൻഡിനെ വിശേഷിപ്പിക്കുന്ന പേരുകൾ നോക്കാം. അപ്പോൾ ആദ്യതാണ് ലേലൻ വകെ. അപ്പോൾ നമ്മൾ പലപ്പോഴും ആളുകൾ
ആളുകൾ ഇങ്ങനെ കളിയാക്കാറുണ്ട്, ലോല ഹൃദയമുള്ള, ലോലൻ പാവമാണ് എന്നുള്ള രീതിയിലൊക്കെ. ഓക്കെ, അതുപോലെ ലേലൻ വക എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണക്കാരായ കർഷകരുടെ ലാൻഡ്. നോൺ ബ്രാഹ്മണ പെസന്റ് പ്രൊപ്പീരിയേറ്റേഴ്സിന്റെ ലാൻഡിന് പറയുന്ന പേരാണ് എന്ത്? ലേലൻ വക എന്ന് പറയുന്നത്. അടുത്തതാണ് ഏതാണ്? ബ്രഹ്മദേയ. ബ്രഹ്മദേയ എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താണ്? ബ്രാഹ്മണാസിന് ഗിഫ്റ്റ് നൽകിയ ലാൻഡ്. അപ്പൊ ഒന്നാമത്തെ ഏതാണ്? ലേലൻ വക. രണ്ടാമത്താണ് ഏത്? ബ്രഹ്മദേയ. ലേലം വക എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ബ്രാഹ്മണ പെസന്റ് പ്രൊപ്പീരിയേറ്റേഴ്സിന് വേണ്ടി. അടുത്താണ് ഇത്? ബ്രഹ്മദേയ. ബ്രഹ്മദേയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഹ്മണാസിന് ഗിഫ്റ്റ് നൽകിയ ലാൻഡ്. അടുത്താണ് ശാലഭോഗ അല്ലെങ്കിൽ ശാലഭോഗ. അപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ സർവകലാശാല. അപ്പൊ ശാലഭോഗ എന്ന് പറയുമ്പോൾ എന്താണ്? സ്കൂൾസിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നൽകിയ ലാൻഡ്. ശാല എന്നുള്ള രീതിക്ക് സർവകലാശാല. അപ്പം ശാലഭോഗ അല്ലെങ്കിൽ ശാലഭോഗ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഏതാണ്? സ്കൂൾസ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള ലാൻഡ് ആണ് ഏത്? ശാലഭോഗ എന്ന് പറയുന്നത്. ദേവദാന. ദേവദാന എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പിൾസിന് ഗിഫ്റ്റ് നൽകിയിട്ടുള്ള ലാൻഡ്. ഇതാണ് ടെമ്പിൾസിന് ഗിഫ്റ്റ് നൽകിയിട്ടുള്ള ലാൻഡ്. അടുത്താണ് ഏത്? പള്ളിച്ചന്തം. അടുത്താണ് ഏത് എന്നാണ് പറയുന്നത്? പള്ളിച്ചന്തം എന്ന് പറയുന്നത്. പള്ളിച്ചന്തം എന്ന് പറയുന്നത് ജൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നൽകിയിട്ടുള്ള ലാൻഡാണ്. ഏതാണ്? ജൈൻ ഇൻസ്റ്റിറ്റ്യൂഷന് ഡൊണേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ലാൻഡാണ് ഏതെന്നുള്ളത് അറിയപ്പെടുന്ന പള്ളിച്ചന്തം എന്നുള്ള രീതിയിൽ. ഇപ്പം നമ്മളിപ്പോഴത്തെ പള്ളിയൊക്കെ ആണെങ്കിൽ ക്രിസ്ത്യൻ പള്ളീസിനെയൊക്കെയാണ് പറയാറ്, അല്ലെങ്കിൽ മുസ്ലിം പള്ളീസിനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്താണ്? ജൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നൽകിയ ലാൻഡ് ഡൊണേറ്റ് ചെയ്തായിരുന്നു ഇത് പള്ളിച്ചന്തം. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത് ഒന്ന് ഓർത്ത് നോക്കിയേ. ലേലൻ വകെ, ലേലൻ വകെ, പിന്നെ അടുത്തതാണ് ബ്രഹ്മദേയ, ദെൻ ശാലഭോഗ, ദേവദാന, പിന്നെ ഏതാണ്? പള്ളിച്ചന്തം. അപ്പം ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അതിനൊക്കെയാണ് വിശേഷിപ്പിച്ചത്. അപ്പം അതൊക്കെയാണ് നമുക്ക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയാനുള്ളത്. ദെൻ അടുത്താണ് എന്ന് പറഞ്ഞാൽ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ. ചോളന്മാരുടെ കാലഘട്ടത്തിലെ മിലിറ്ററി അഡ്മിനിസ്ട്രേഷനെ പറ്റിയാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ അപ്പം നമുക്കറിയാം ഇപ്പോഴാണെങ്കിലും നമുക്ക് സൈനികരുണ്ട്. അപ്പം ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വിഭാഗമാണ് അല്ലെങ്കിൽ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന റോയൽ ട്രൂപ്സിനെ അറിയപ്പെടുന്ന പേരാണ് എന്ന് പറഞ്ഞാൽ കൈക്കൊള്ള പെരുമ്പടേ. ഏതാണ്? കൈക്കൊള്ള പെരുമ്പടേ എന്ന് പറഞ്ഞാൽ റോയൽ ആർമീനെയാണ് അവരങ്ങനെ വിളിച്ചിരുന്നത്. ദ ഗ്രേറ്റ് ഹാൻഡ് പിക്ഡ് ഫോഴ്സ് എന്നാണ് ആ ഒരു കൈക്കൊള്ള പെരുമ്പടേ എന്ന് പറയുന്നത്. കൈക്കൊള്ള പെരുമ്പടേ, ദ ഗ്രേറ്റ് ഹാൻഡ് പിക്ഡ് ഫോഴ്സ് എന്നാണ് ആ ടേമിൻ്റെ മീനിങ്. അപ്പം നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പെരുമ്പട മുഴക്ക് വരിക എന്ന് പറയില്ലേ, പെരുമ്പട മുഴക്ക് വരിക. പെരുമ്പട മുഴക്ക് വരുന്ന ആരാണ്? റോയൽ ട്രൂപ്സ് ആണ്. അപ്പോൾ കൈക്കൊള്ള പെരുമ്പടേ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നവരാണ് റോയൽ ട്രൂപ്സ് ആണ്. ഇനി ഇവരുടെ ഇടയിൽ തന്നെ എന്താണ് പലപ്പോഴും ഈ പറയുന്ന രാജാവിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണൽ ട്രൂപ്സ് കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം മിലിറ്ററി ഫോഴ്സിൽ സൈന്യത്തിൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിർത്തിയിൽ നിൽക്കുന്ന ജവാന്മാർ കാണും. അതല്ലാതെ പ്രൈം മിനിസ്റ്ററിൻ്റെയും അതുപോലെ തന്നെ പ്രസിഡൻ്റെയും ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള അവരും കാണും. CRPF അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് മിലിറ്ററി അല്ലെങ്കിൽ ഒഫീഷ്യൽസും കാണും. അപ്പോൾ അതുപോലെ രാജാവിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേഴ്സണൽ ട്രൂപ്പിന് പറയുന്ന പേരാണ് ഏതെന്ന് പറഞ്ഞാൽ വേലൈക്കാരർ. എന്താണ്? വേലൈക്കാരർ. അപ്പം എന്തൊക്കെയാ പറയുന്നത്? കൈക്കൊള്ള പെരുമ്പടേ, അതുപോലെ തന്നെ വേലൈക്കാരർ. അപ്പോൾ ഈ ആർമിയുടെയൊക്കെ ഈ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ആർമി ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പലപ്പോഴും എന്താണ് മിലിറ്ററി കന്റോൺമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഏത് എന്ന് പറയുന്നത് കടകംസ് എന്ന് പറയുന്നത്. എന്താണ്? കടകം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കടകംസ് എന്ന് പറയുന്നത്. അപ്പോൾ കടകംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിലിറ്ററി കന്റോൺമെന്റ്സ് അല്ലെങ്കിൽ ലോക്കൽ ഗാരിസൺസ്. അതായത് ആർമി സ്റ്റേഷൻ ചെയ്യുന്നത് എവിടെയാണോ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഏതെന്നുള്ള രീതി പറയുന്നത് കടകംസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ചോള മിലിറ്ററി എന്ന് പറയുന്നത് വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. അവരിൽ ഇൻഫൻസ് ഉണ്ടായിരുന്നു, കാവലറി ഉണ്ടായിരുന്നു, ഇൻഫൻട്രി ഉണ്ടായിരുന്നു, ഇവൻ നേവി ഉണ്ടായിരുന്നു. ദെൻ കടകംസും
നല്ലൊരു പോയിന്റ് അല്ലെങ്കിൽ നല്ലൊരു പ്ലേ അവിടെ ചെയ്തിട്ടുണ്ട്, ക്രൂഷ്യൽ റോൾ അവിടെ പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു നേവൽ പവറിലെ അച്ചീവ്മെന്റ് കൊണ്ട് ചോള തടാകം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഏതായിരുന്നു? ബേ ഓഫ് ബംഗാൾ ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് താഴെ പറയുന്നതിൽ ഏതാണ് ചോളത്തടാകം? എന്നിട്ട് കുറച്ച് തടാകങ്ങളുടെ പേര് തന്നു, പുലിക്കെട്ട് തടാകം എന്നൊക്കെ പറഞ്ഞിട്ട് തടാകങ്ങളുടെ പേര് തന്നു. അപ്പോൾ തടാകം എന്ന് കാണുമ്പോൾ കൊണ്ട് തടാകത്തിൽ കുത്തരുത്. ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ് അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാൾ ആണ് ഏതെന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് ചോളത്തടാകം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് നമുക്ക് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനെ പറ്റി നോക്കാം. ഇപ്പൊ ചോള എംപയറിനെ എന്താണ്? പ്രൊവിൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പം നമുക്കറിയാം രാജ്യത്തിനെ സംസ്ഥാനമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, സംസ്ഥാനത്തിനെ ജില്ലയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ജില്ലയെ ഗ്രാമങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രാമങ്ങളുടെ കൂട്ടത്തേക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ ഈ എംപയറിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? പ്രൊവിൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പ്രൊവിൻസിന് പറയുന്ന പേരാണ് ഏതെന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്? മണ്ഡലം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. ദെൻ മണ്ഡലത്തെ പിന്നീട് വളനാട്, നാട് എന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെടുന്നു. അപ്പം വളനാട് കഴിഞ്ഞിട്ട് പിന്നെ നാട് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന കുറേ വില്ലേജുകൾ കൂടി ചേർന്നാണ്. അപ്പം താഴെ എന്തായിരിക്കും? വില്ലേജ് ആയിരിക്കും. അപ്പം വളനാട് എന്ന് പറയുന്നത് ആരുടെ അണ്ടറിലാണ്? പെരിയ നാട്ടാർ. നാട്ടാർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പെരിയ നാട്ടാറാണ് വളനാട് എന്ന് പറയുന്നത്. നാട് ആരുടെ അണ്ടറിലാണ്? നാട്ടാരുടെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ നാട് എന്ന് പറയുന്നത്. അപ്പം അക്കാര്യം ഓർക്കുക. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? മണ്ഡലം, വളനാട് ആരുടെ നേതൃത്വത്തിലാണ്? പെരിയ നാട്ടാർ. അത് കഴിഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നാട് എങ്ങനെയാണ്? നാട്ടാർ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. ഇനി അവിടെ ഒരു ടൗൺ ഒക്കെ ഉണ്ട്. ടൗൺ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നഗരം എന്നുള്ള രീതിയിലാണ് ടൗൺ അറിയപ്പെടുന്നത്. ആ ഒരു നഗരത്തിനെ അഡ്മിനിസ്റ്റർ ചെയ്യാനൊക്കെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതിന് പറയുന്ന പേരാണ് നഗരാട്ടാർ എന്ന് പറയുന്നതാണ് നഗരാട്ടാർ എന്ന് പറയുന്നത്. അപ്പോൾ ചോളന്മാരുടെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകതയാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് മോഡൽ. അതായത് വില്ലേജ് ലെവലിൽ എന്താണ്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ് മോഡൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് മോഡൽ? അതിൻ്റെ പ്രത്യേകത, അതായത് വില്ലേജിൽ നമുക്ക് 2 ടൈപ്സ് ഓഫ് അസംബ്ലീസ് കാണാം. 2 ടൈപ്സ് ഓഫ് അസംബ്ലീസ്. ഒന്ന് ഉർ എന്ന് പറഞ്ഞാൽ എന്താണ്? വില്ലേജിലെ ഒരു ജനറൽ അസംബ്ലി ആണ്. ഇതാണ് വില്ലേജിലെ ഒരു ജനറൽ അസംബ്ലി ആണ് ഉർ എന്ന് പറയുന്നത്. അടുത്താണ് ഇത് മഹാസഭ എന്ന് പറയുന്നത് എന്താണ്? അഗ്രഹാരത്തിലെ അഡൾട്ട് മെന്നിന്റെ ഗ്യാതറിംഗ് ആണ്. അപ്പൊ അഗ്രഹാരത്തിൽ ആരാണ്? ബ്രാഹ്മണാസ് ആണ്. ബ്രാഹ്മണാസിലെ പുരുഷന്മാരുടെ ഗ്യാതറിംഗ് ആണ് ഏതെന്ന് പറഞ്ഞാൽ മഹാസഭ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ചോള ഡൈനാസ്റ്റിയുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് വില്ലേജ് ലെവലിൽ. വില്ലേജ് ലെവലിൽ 2 തരത്തിലുള്ള അസംബ്ലീസ് ഉണ്ട്. ഒന്ന് ഉർ എന്ന് പറയുന്നത്. ഉർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ അസംബ്ലിയാണ്. വില്ലേജിലെ ജനറൽ അസംബ്ലി വിളിക്കുന്ന പേരാണ് എന്ന് പറഞ്ഞാൽ ഊർ എന്ന് പറയുന്നത്. അടുത്താണ് ഇത് മഹാസഭ എന്ന് പറയുന്നത്. മഹാസഭയുടെ പ്രത്യേകത എന്താണ്? അഗ്രഹാരത്തിലെ അഡൾട്ട് മെന്നിന്റെ ഗ്യാതറിംഗ് ആണ് എന്ന് പറയുന്നത് മഹാസഭ എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലെ സോഷ്യോ എക്കണോമിക് ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ചോള പീരീഡിൽ എന്തുണ്ട്? കാസ്റ്റ് സിസ്റ്റം നല്ല രീതിയിൽ നിലവിലുണ്ടായിരുന്നു. ക്ഷത്രിയന്മാർക്കും ബ്രാഹ്മണൻസിനും ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ലഭിച്ചിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ കാസ്റ്റുകളുടെ ഇടയിൽ തന്നെ എന്തുണ്ടായിരുന്നു? ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നമുക്ക് എടുത്തു പറയേണ്ട ആ ഒരു ക്ലാസിഫിക്കേഷനാണ് ഏത് എന്ന് പറയുന്നത് വലങ്കൈ ഇടങ്കൈ എന്ന് പറയുന്നത്. ഇതാണ് വലങ്കൈ ഇടങ്കൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രത്യേകതയും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. വലങ്കൈ ആൻഡ് ഇടങ്കൈ എന്ന് പറയുന്ന രീതിയിൽ ക്ലാസിഫിക്കേഷൻ ഏത് കാലഘട്ടത്തിലുണ്ടായിരുന്നു? ചോള ഡൈനാസ്റ്റിയിലുണ്ടായിരുന്നു. കാസ്റ്റ് ഒക്യുപ്പേഷൻ ബേസ് ചെയ്തിട്ടുള്ള സോഷ്യൽ ഡിവിഷൻസ് ആയിരുന്നു. വലങ്കൈ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ്. പ്രധാനമായിട്ടും ഈ പറയുന്ന അഗ്രികൾച്ചറൽ കാസ്റ്റുകളെല്ലാം വരുന്നത് ഏതിനകത്താണ്? വലങ്കയിലാണ്. ഇതാണ് അഗ്രികൾച്ചറൽ കാസ്റ്റ് വരുന്നതെല്ലാം ഇവിടെയാണ്, വലങ്കയിലാണ്.
അതേസമയം ഇടങ്കൈ എന്ന് പറയുമ്പം നോൺ അഗ്രികൾച്ചറൽ ഗ്രൂപ്പ്സ് വരുന്നതാണ് ഏതെന്ന് പറഞ്ഞത്, ഇടങ്കൈ എന്ന് പറയുന്നത്. ഇതാണ് നോൺ അഗ്രികൾച്ചറൽ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും? നോൺ അഗ്രികൾച്ചർ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ആർട്ടിസൻസ് കാണും, ട്രേഡേഴ്സ് കാണും, അതുപോലെ തന്നെ മറ്റ് നോൺ അഗ്രികൾച്ചറൽ ഗ്രൂപ്പ്സ് ഇതെല്ലാം കൂടെ ചേർന്നതാണ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് എന്ന് അല്ലെങ്കിൽ ഇടങ്കൈ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് വലങ്കൈ ആൻഡ് ഇടങ്കൈ എന്ന് പറയുന്നത്. വലങ്കൈ എന്ന് പറയുമ്പം അഗ്രികൾച്ചറൽ കാസ്റ്റുകൾ, അതായത് ലാൻഡ് ഓണിങ് കൾട്ടിവേറ്റേഴ്സ് കാണും, ഫാമിംഗ് റിലേറ്റഡ് പ്രൊഫഷൻസ് ഉള്ളവർ കാണും. അപ്പോൾ കുറച്ചും കൂടെ ഒരു സോഷ്യൽ സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു എക്കണോമിക് ബെനിഫിറ്റ് ഇടങ്കൈയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഹയർ തട്ടിലായിരുന്നു. ഇടങ്കൈ എന്ന് പറയുമ്പോൾ മെറ്റൽ വർക്കേഴ്സ്, വീവേഴ്സ്, ട്രേഡേഴ്സ്, പിന്നെ മറ്റ് നോൺ അഗ്രികൾച്ചർ ഒക്യുപ്പേഷൻസിലും ഉണ്ടായിരുന്നവർ. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസിലൊക്കെ കുറച്ചും കൂടെ താഴ്ന്നവരായിരുന്നു. അവർക്ക് ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ റിസോഴ്സസ് ഒക്കെ കിട്ടുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് എന്നുള്ള രീതിയിൽ പറയുന്നത് ഈ പറയുന്ന വലങ്കൈ ഇടങ്കൈ ഡിവിഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ദെൻ ഈ കാലഘട്ടത്തിൽ എന്ത് നിലവിലുണ്ടായിരുന്നു? സതി നിലവിലുണ്ടായിരുന്നു. ഏതാണ്? സതി നിലവിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു അഗ്രേറിയൻ എക്കോണമിയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ അഗ്രേറിയൻ എക്കോണമി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ അഗർഹത്ത അല്ലെങ്കിൽ അഗ്രഹത്ത എന്നൊക്കെ പറഞ്ഞു. ചിലയിടത്ത് അഗർഹത്ത എന്നും കാണും അല്ലെങ്കിൽ അഗ്രഹത്ത എന്നും കാണും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് പേർഷ്യൻ വീലാണ്. അതായത് ഈ ഇറിഗേഷനെ യൂസ് ചെയ്യുന്ന വാട്ടർ ലിഫ്റ്റിംഗ് ട്രഡീഷണൽ വീലാണ് എന്ന് പറഞ്ഞാൽ പേർഷ്യൻ വീൽ എന്ന് പറയുന്നത്. ഇതെവിടെ യൂസ് ചെയ്തിരുന്നു? ചോള കാലഘട്ടത്തിൽ നല്ല രീതിയിൽ യൂസ് ചെയ്തിരുന്നു. ഇത് പ്രീവിയസ് ഇയർ UPSC എക്സാമിനേഷന് ചോദിച്ച ചോദ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അഗ്രഹത്ത എന്ന് പറഞ്ഞാൽ എന്താണ്, താഴെ പറയുന്നതിൽ എന്താണ് എന്നുള്ളത് ടേം തന്നിട്ട് എന്താണ്, എന്നിട്ട് ഓപ്ഷൻ തന്നത് ബോണ്ടഡ് ലേബർ, ലാൻഡ് ഗ്രാൻഡ്സ് മെയ്ഡ് ടു മിലിറ്ററി ഓഫീസേഴ്സ്, വാട്ടർ വീൽ യൂസ്ഡ് ഇൻ ദി ഇറിഗേഷൻ ഓഫ് ലാൻഡ്, വേസ്റ്റ് ലാൻഡ് കൺവേർട്ടഡ് ടു കൾട്ടിവേറ്റഡ് ലാൻഡ്. ഇങ്ങനെയായിരുന്നു 4 ഓപ്ഷൻസ് കൊടുത്തത്. അപ്പോൾ അഗ്രഹത്ത അല്ലെങ്കിൽ അഗ്രഹത്ത എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ വീൽ യൂസ്ഡ് ഇൻ ഇറിഗേഷൻ ഓഫ് ലാൻഡ് എന്ന് പറയുന്നതാണ് അഗ്രഹത്ത അല്ലെങ്കിൽ അഗ്രഹത്ത എന്ന് പറയുന്നത്. അരഗത്ത എന്ന് പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും അരഗട്ട എന്നും പറയുന്നത് കേട്ടോ. അഗ്രഹത്ത അല്ലെങ്കിൽ അരഗട്ട എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. ഏതാണ്? അരഗട്ട, അഗ്രഹത്ത അല്ലെങ്കിൽ അരഗട്ട. ഈ ടേം ഒന്നും കൂടെ നോക്കി വെച്ചോട്ടോ, അരഗട്ട എന്ന് പറയുന്നത്. കാരണം അര എന്ന് പറയുമ്പോൾ സ്പോക്ക്, ഗട്ട എന്ന് പറഞ്ഞാൽ പോട്ട്, അങ്ങനെ ആ ഒരു ടേമിലും വരുന്നുണ്ട്. അരഗട്ട എന്നുള്ള രീതിയിലും അറിയപ്പെടുന്നുണ്ട്. ഓർക്കുക, അഗ്രഹത്ത അല്ലെങ്കിൽ അരഗട്ട. ഈ ഒരു ടൈപ്പിംഗ് ആയിട്ട് വരുമ്പം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴെല്ലാം അങ്ങനെ ആ ഒരു ടേമിൽ വരുന്ന വ്യത്യാസമാണ്. അപ്പോൾ ഇതാണ് പേർഷ്യൻ വീൽ. ആ കാലഘട്ടത്തിൽ യൂസ് ചെയ്ത പേർഷ്യൻ വീലിൻ്റെ ഒന്നും പിക്ചർ നമുക്ക് കിട്ടാൻ അത്ര ഈസി അല്ല. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു മോഡൽ കാണിക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വാട്ടർ വീൽ അല്ലെങ്കിൽ ആ ഒരു പേർഷ്യൻ വീലാണ് എന്ന് പറഞ്ഞാൽ അരഗട്ട എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഗർഹത്ത എന്ന് പറയുന്നത്. ഇപ്പോൾ ചോള അഡ്മിനിസ്ട്രേഷനിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ഇതാണ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു നല്ല രീതിയിൽ ഇറിഗേഷൻ നടത്താനൊക്കെ ആയിട്ട് സാധിച്ചിരുന്നു. അടുത്തായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിലെ ലിറ്ററേച്ചറിനെ നോക്കാം. അപ്പോൾ കമ്പൻ്റെ രാമായണം ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ്. കമ്പൻ രചിച്ച കൃതിയാണ് ഇത് രാമായണ എന്ന് പറയുന്നത്. സെക്കുലാർ രചിച്ച കൃതിയാണ് ഇത് പെരിയ പുരാണം. ഏതാണ്? പെരിയ പുരാണം. അപ്പോൾ രാമായണ ആര് രചിച്ചതാണ്? കമ്പൻ രചിച്ചതാണ്. അടുത്താണ് പെരിയ പുരാണം. ആര് രചിച്ചതാണ്? സെക്കുലാർ രചിച്ചതാണ്. ദെൻ കലിംഗത്തുഭരണി. ഏതാണ്? കലിംഗത്തുഭരണി എന്ന് പറഞ്ഞാൽ കുലോത്തുംഗ ഒന്നാമൻ്റെ കാലഘട്ടത്തിൽ നടന്ന കലിംഗ യുദ്ധവുമായി രചിക്കപ്പെട്ട കൃതിയാണ് എന്ന് പറഞ്ഞാൽ കലിംഗത്തുഭരണി. ആരാണ് രചിച്ചത്? ജയൻകൊണ്ടാറാണ് രചിച്ചത്. ദെൻ പുകഴേന്തി എഴുതിയ കൃതിയാണിത് നളവെൻപ. ആരാണ്? നളവെൻപ എന്ന് പറയുന്ന കൃതി ആരാണ് രചിച്ചത്? പുകഴേന്തി. ഓർക്കുക, രാമായണ, കമ്പൻ, പെരിയ പുരാണം, സെക്കുലാർ, ജയൻകൊണ്ടാർ, കലിംഗത്തുഭരണി, നളവെൻപ, പുകഴേന്തി. അപ്പം ഇത്രയൊന്ന് ഓർക്കുക. ഇനി നമുക്ക്
ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിനെ പറ്റി പറയാം. അപ്പോൾ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ അതിൻ്റെ പെർഫെക്ഷനിലെത്തിയത് ആരുടെ കാലഘട്ടത്തിലാണ്? ചോളന്മാരുടെ കാലഘട്ടത്തിലാണ്. അതായത് ടെമ്പിൾ ആർക്കിടെക്ചറിനെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. നഗര, വേസര ആൻഡ് ദ്രാവിഡ. നഗര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻ റീജിയനിലുള്ള ടെമ്പിൾസ് ആർക്കിടെക്ചർ സ്റ്റൈലാണ്. ദ്രാവിഡ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ റീജിയനിലുള്ള. വേസര എന്ന് പറഞ്ഞാൽ രണ്ടിനെയും കൂടെ മിക്സ് ആണ്. അത് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ പറയുന്നത് ദ്രാവിഡൻ സ്റ്റൈൽ ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ അതിൻ്റെ പെർഫെക്ഷനിലെത്തിയത് ആരുടെ കാലഘട്ടത്തിലാണ്? ചോളന്മാരുടെ കാലഘട്ടത്തിലാണ്. അതായത് ഈ ചോള ടെമ്പിൾസിൻ്റെ ഏറ്റവും ചീഫ് ഫീച്ചറാണ് ഏത് എന്ന് പറഞ്ഞാൽ വിമാന എന്ന് പറഞ്ഞത്. ഇതാണ് വിമാന എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഏതെന്ന് പറഞ്ഞാൽ വിമാന. ഇതാണ് നമ്മുടെ ആ ടെമ്പിൾ ആർക്കിടെക്ചറിൽ ദ്രാവിഡ സ്റ്റൈലിലെ ടെമ്പിൾ ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും ഒരു എക്സാമ്പിളായിട്ട് ആ ഒരു സ്റ്റൈലിൻ്റെ പ്രധാനപ്പെട്ട സംഭവം പറയുന്നതാണ്. ഇപ്പോൾ ഗോപുരം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വലിയ ഒരു നമ്മൾ സ്റ്റാർട്ട് കയറും വേണ്ടിയുള്ള ആ ഒരു ഗോപുരം എന്ന് പറഞ്ഞാൽ ഗോപുരം കടന്നകത്ത് പോകുന്നു. പിന്നെ എന്തുണ്ട്? മഹാമണ്ഡപമുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ശിഖര, ഏറ്റവും മേളിലേക്കുള്ള തലപ്പത്തേക്കുള്ളതാണ് ശിഖര എന്ന് പറയുന്നത്. ഈ പറയുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ വിമാന എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്താണ് ഗർഭഗൃഹയിലാണ് അല്ലെങ്കിൽ സാങ്ക്ടം എന്ന് പറയുന്നതാണ് ഗർഭഗൃഹ. അവിടെയാണ് പ്രതിഷ്ഠയൊക്കെ കാണാറ്. പിന്നെ ഇത് മഹാമണ്ഡപം ഉണ്ടാവും, അങ്ങനെ പലത് കാണും. അത് നമ്മൾ ടെമ്പിൾ ആർക്കിടെക്ചർ എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ പറയുന്ന വിമാന എന്ന് പറയുന്നത് ആരുടെ ഫീച്ചറാണ്? ചോള ടെമ്പിൾസിൻ്റെയൊക്കെ ചീഫ് ഫീച്ചറാണ്. ഏറ്റവും എക്സാമ്പിളായിട്ട് നമുക്ക് പറയേണ്ടത് ദ്രാവിഡ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത്? ബൃഹദീശ്വര തഞ്ചാവൂർ ക്ഷേത്രം അല്ലെങ്കിൽ ബൃഹദീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? രാജരാജ ഒന്നാമനാണ് AD 1010 അത് ബിൽറ്റ് ചെയ്യുന്നത്. അതിൽ വിമാനയും അർദ്ധമണ്ഡപയും മഹാമണ്ഡപയും ഇവൻ എന്താണ് നന്ദി മണ്ഡപയും എല്ലാം ഉണ്ട്. അക്കാര്യം ഒന്ന് ഓർക്കുക. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് നടരാജ വിഗ്രഹത്തിന്. നടരാജൻ്റെ ബ്രോൺസ് സ്റ്റാച്യൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ഇത്. ഈ പറയുന്ന ചോളന്മാരുടെ കാലഘട്ടത്തിലെ നടരാജ വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ നടരാജ വിഗ്രഹത്തിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നോക്കിയേ, നടരാജ വിഗ്രഹം, നടരാജ എന്ന് പറയുന്നത് ആ ഒരു ഭഗവാൻ ശിവന്റെ ആ ഒരു ഡാൻസ് ഫോമാണ് എന്ന് പറയുന്നത് നഗരാജ വിഗ്രഹം എന്ന്. നടരാജ എന്ന രീതി പറയുന്നത് ലോർഡ് ഓഫ് ഡാൻസ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത്. എന്താണ്? ഡാൻസിൻ്റെ ദൈവം, ലോർഡ് ഓഫ് ഡാൻസ് എന്നുള്ള രീതിയിലാണ് നടരാജയെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഏകദേശം 108 ഡിഫറെൻറ്റ് ഡാൻസസ് ക്രിയേറ്റ് ചെയ്തത് നടരാജയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ നടരാജ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നടരാജ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 ആംഡ് ഡൈറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നോക്കിയേ, 1 2 3 4 എത്രയാണ്? 4 എണ്ണം ഉണ്ട്. 4 ആംഡ് ഡൈറ്റി ആയിട്ടാണ് എന്തിനെ കൺസിഡർ ചെയ്യുന്നത്? നടരാജയെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നടരാജ വിഗ്രഹത്തിനുള്ള പ്രത്യേകതകളാണ് ഈ പറയുന്നത്. അപ്പം അതിനകത്ത് അദ്ദേഹം എവിടെയാണ്? ഒരു സർക്കുലർ ഇതിലാണ് നിൽക്കുന്നത്. അതൊരു ഡാൻസിങ് പോസ്റ്റ്, ഒരു സർക്കുലർ പ്ലാറ്റ്ഫോമാണ്. അതായത് യൂണിവേഴ്സിനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അപ്പർ റൈറ്റ് ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നത് എന്താണ്? ഡമരു ആണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പർ റൈറ്റ് ഹാൻഡ് എന്താണ്? ഡമരു ആണ് ഹോൾഡ് ചെയ്യുന്നത്. അതാണ് എന്തിന്? റിതം ഓഫ് ക്രിയേഷൻ. എന്താണ്? റിതം ഓഫ് ക്രിയേഷൻ അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് ഓഫ് ക്രിയേഷനെ സിംബലൈസ് ചെയ്യുന്നതാണ് ഏത് എന്ന് പറഞ്ഞാൽ ഡമരു എന്ന് പറയുന്നത്. ഇനി അതേ സമയത്ത് തന്നെ അടുത്ത ഈ പറയുന്ന അപ്പർ ലെഫ്റ്റ് ഹാൻഡിൽ എന്താണ്? എറ്റേണൽ ഫയർ അല്ലെങ്കിൽ ഒരു ഫ്ലെയിം ആണ് ഏത്? ലെഫ്റ്റ് ഹാൻഡിൽ നമുക്ക് കാണാനായിട്ട് പറയുന്നത്. അതിനെ എന്തായിട്ടാണ്? ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷനെ സിംബലൈസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് എന്നുള്ള രീതിയിൽ പറയപ്പെടുന്നത്. ഇനി അതേസമയം ലോവർ റൈറ്റ് ഹാൻഡ് ഏത് രീതിയിലാണ്? ലോവർ റൈറ്റ് ഹാൻഡ് ഏതാണ്? അഭയമുദ്രയിലാണ്. ഏതാണ്? ലോവർ റൈറ്റ് ഹാൻഡ് എന്നാണ്? അഭയമുദ്രയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ജെസ്റ്റർ ഓഫ് ഫിയർലെസ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു റീഅഷ്വറൻസ് ഒക്കെ പറയുന്നത്? നമ്മൾ റീഅഷ്വർ ചെയ്യുന്നതാണ്, അഭയം നൽകുക എന്നൊക്കെ പറയില്ലേ, റീഅഷ്വറൻസ് ചെയ്യുന്ന ആ ഒരു ജെസ്റ്ററാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇനി ലോവർ ലെഫ്റ്റ് ഹാൻഡ് എങ്ങോട്ടാണ് സൂചിപ്പിക്കുന്നത്? ഈ ഉയർത്തിപ്പിടിച്ച ഇടത്തെ കാലത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അത് എന്താണ്? ഈ പറയുന്ന ലിബറേഷനെ സിംബലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ സാൽവേഷനിലേക്കുള്ള മാർഗത്തിനെയാണത് സിംബലൈസ് ചെയ്യുന്നത്.
അപ്പോൾ ശിവന്റെ ഡാൻസ് ശരിക്കും പറഞ്ഞാൽ ക്രിയേഷൻ, പ്രിസർവേഷൻ, ഡിസ്ട്രക്ഷൻ, സൃഷ്ടി, സ്ഥിതി, സംഹാര, ഇതിൻ്റെ ആ ഒരു കോസ്മിക് സൈക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഡാൻസ് അതോടൊപ്പം തന്നെ എന്തിനേയും ചെയ്യുന്നുണ്ട്, ഈ ഒരു പാസേജ് ഓഫ് ടൈമിനെയും സിഗ്നിഫൈസ് ചെയ്യുന്നത്. അതായത് ക്രിയേഷൻ ടു ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പാസേജ് ഓഫ് ടൈമിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡാൻസിൻ്റെ റിതം എന്തിനെ സിംബലൈസ് ചെയ്യുന്നു, യൂണിവേഴ്സിൻ്റെ ഹേർട്ട് ബീറ്റിനെ സിംബലൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി അടുത്താണ് ഏത് എന്ന് പറയുന്നത്, ഈ പറയുന്ന ശിവന്റെ റൈറ്റ് ഹാൻഡിന്റെ അടിയിൽ ഒരു ഡീമൺ ലൈക്ക് ഫിഗർ കിടപ്പുണ്ട്. അതിനെ നമ്മൾ പറയുന്നത് അപസ്മാര പുരുഷ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്താണ് അപസ്മാര, ഈ പറയുന്നതിനെ എന്തായിട്ടാണ് പറയുന്നത്, അപസ്മാര പുരുഷ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപസ്മാര പുരുഷ അതെന്താണ്, നമ്മുടെ ഈഗോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇഗ്നോറൻസ്, ഈ പറഞ്ഞ അതുപോലുള്ള ഇല്യൂഷൻ, അതിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്ത് അതായത് അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കീഴടക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ഇത് കീഴടക്കുന്നതോടുകൂടി ശിവന്റെ ഈ ആക്ട് എന്തിനെയാണ് കാണിക്കുന്നത്, നോളജ് ഓഫ് അതിൻ്റെ ആ ഒരു വിക്ടറിയുടെ നോളജിൻ്റെ വിക്ടറി, അല്ലെങ്കിൽ ആ പറയുന്ന ഇഗ്നോറൻസിന് മേലിലുള്ള വിസ്ഡം, ഈ പറയുന്നതിനൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അപ്പോൾ നടരാജൻ്റെ ഡാൻസ് നമുക്ക് രണ്ട് രീതിയിലൊക്കെ ക്ലാസിഫൈ ചെയ്യാം. താണ്ഡവവും അതുപോലെ തന്നെ ലാസിയൊക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ജസ്റ്റ് ഈ പറയുന്ന പിക്ചർ വെച്ചിട്ട് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതെന്തിനെയാണ് കാണിക്കുന്നത്, ഫ്ലോ ഓഫ് ഗംഗയെ സൂചിപ്പിക്കുന്നു. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അൺഎൻഡിങ് സൈക്കിൾസ് ഓഫ് ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും നടരാജ വിഗ്രഹത്തിനെ പറ്റി പറയാനുള്ളത്. പ്രധാനമായിട്ടുള്ള പോയിന്റ്സ് ആണ്, ഓർത്തിരിക്കുക. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിരുന്ന ലോസ്റ്റ് വാക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർക്കുക. അപ്പോൾ എന്താണ് നടരാജ വിഗ്രഹം, അത് ആ ഒരു ഓരോ കൈക്കും ഓരോരോ പ്രത്യേകതയുണ്ട്. റൈറ്റ് ഹാൻഡ് എന്താണ്, അപ്പർ റൈറ്റ് ഹാൻഡ് ഡ്രം ഡമരു എന്തിനാണ്, റിതം ഓഫ് ക്രിയേഷനെ സൂചിപ്പിക്കുന്നു. അപ്പർ ലെഫ്റ്റ് ഹാൻഡ് ഫയർ അല്ലെങ്കിൽ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, സിംബലൈസിങ് ഡിസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ക്രിയേഷനും ഡിസ്ട്രക്ഷനും ഓപ്പോസിറ്റ് ഹാൻഡ്സിൽ. പിന്നെ ലോവർ റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ ജെസ്റ്റർ ഓഫ് ഫിയർലെസ്നെസ് അല്ലെങ്കിൽ ഈ പറയുന്ന ജെസ്റ്റർ ഓഫ് റീഅഷുറൻസ് ആയിരുന്നു. ലോവർ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ലിബറേഷനെ സിംബലൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പക്ക അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്, ചോള ഡൈനാസ്റ്റിയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.